നിങ്ങൾക്ക് എന്നെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിന് മതിയായി ഒന്നും കഴിച്ചിട്ട് ശരിയാവുന്നില്ല, എപ്പോഴും ഡിപ്രഷനും രോഗവും ഗ്യാസും ബ്ലോട്ടിങ്ങും ഒന്നും ഫോക്കസും ഇല്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരികയാണെന്ന് വിചാരിക്കുക. ലൈഫിൽ ഡോക്ടറെ അടുത്ത് പോയി മരുന്നുകൾ കഴിച്ചു, ഒന്നും ശരിയാവുന്നില്ല. ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. ഒന്നും ശരിയായില്ലെങ്കിൽ മാത്രം ഉണ്ടോ ലാസ്റ്റ് കൈ ഞാൻ ഈ കാണിക്കുന്ന ഭക്ഷണം കഴിക്കുക, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, അതൊന്നും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ജസ്റ്റ് ശരീരം തന്നെ ചെയ്തോളും കാര്യങ്ങൾ. ഈ ഫുഡൊന്നും നോക്കി, ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. ഇത് റെഡ് മീറ്റാണ്, അതായത് ബീഫ്. കുറച്ച് മസാല ഇട്ട് വേവിച്ചിട്ടുണ്ട്, അതിൽ 3 മുട്ട കൊട്ടൊഴിച്ചിട്ടുണ്ട്. ശരിക്കും മസാല ഇടാൻ പാടില്ല, പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയണം, ഫസ്റ്റല്ലേ നിങ്ങൾ തുടങ്ങുമ്പോൾ മസാല ഒക്കെ കുറച്ചിട്ടുണ്ട്. എന്നിട്ട് പതുക്കനെ നമ്മൾ ഇവനെ ഇതിലേക്ക് ഇടണം, ചൂടായിരിക്കണം, പതുക്കനെ ഇതിൽ ഇടണം. ഫാൻസി ഐറ്റംസോ സവോള ഇതൊന്നും പാടില്ല. ഈ കുറേ ആൾക്കാരില്ലേ നിങ്ങൾ ഫൈബർ കഴിക്കണം അത് കഴിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തോറ്റിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ മരുന്നും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് തോറ്റ് മടുക്കുമ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതായത് ഈ മുട്ട ഈ ബീഫിൻ്റെ മേലെ വരണം. മസാല ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല, മസാല ഇല്ലെങ്കിൽ കറക്റ്റ് ഇത് രണ്ടും മിക്സ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. നെയ്യ്, 3 മുട്ട, ഒരാൾക്ക് കഴിക്കാനുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ. ഓക്കെ, ഇത്ര. ഇത് ശ്രദ്ധിക്കാം. ഉപ്പ് ബീഫിലുണ്ട്, അതുകൊണ്ട് മുട്ടയിലിടേണ്ട കാര്യമില്ല. പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അത് പ്ലേറ്റിലേക്ക് ആക്കാം. ഓക്കെ, സുഖമായിട്ട് ഇത് കഴിക്കാം. അതായത് പ്യുവർ ബീഫ്, മുട്ട, പിന്നെ നെയ്യ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇത് ഒരു 3 ദിവസം, ആദ്യത്തെ 3 ദിവസം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മുടെ ശൈലി മാറുന്നതാണ് വയറിൻ്റെ. ഈ ഫുഡ് തന്നെ രക്ഷിച്ചതാണ്. ഫിസിക്കലായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലി, ഫോക്കസ്, ഇതെല്ലാം മാറിയും. ഞാനിതിൽ വിശ്വസിക്കുന്നത്, ഇത് കഴിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് മരിക്കട്ടെ. ഞാനിപ്പോൾ ഇതൊന്നൊരു 60-62 ദിവസത്തോളമായത്. ഒരു പ്രശ്നവുമില്ല, മല കയറാൻ പറ്റും. ജിമ്മിനൊന്നും പോകേണ്ട കാര്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 3:30-4 മണിക്ക് എണീക്കും, ശരീരം എണിപ്പിക്കും, ബെഡിൽ കിടക്കില്ല. ബെഡിൽ നിന്ന് നേരെ എണീക്കുന്നു. ഒരു എത്ര നമുക്ക് ഇഷ്ടമുണ്ട്, 5 കിലോമീറ്റർ നടക്കണോ 10 കിലോമീറ്റർ നടക്കണോ, തന്നെ പോവും ഓട്ടോമാറ്റിക്കലി. നമുക്ക് ഒരു ടയേർഡൊന്നും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കണമെന്നുണ്ടാവില്ല. അതേപോലെ ഒരു മല കണ്ടാൽ കയറാൻ തോന്നും, നമുക്ക് പുഴയിലെടുത്ത് നീന്താൻ തോന്നും. അതായത് കറക്റ്റ് നമ്മുടെ ഹ്യൂമൻ ബയോളജി ഇല്ല, അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നൊരു സാധനം അത്. കുറേ എനിക്ക് തോന്നുന്ന ശരീരത്തിന് ഇതായിരിക്കും ഇഷ്ടം. അല്ലാണ്ട് കുറേ അരിയും ഗോതമ്പും നൂഡിൽസും ഇതൊന്നും പ്രോസസ്സ് ചെയ്യാൻ ശരീരത്തിന് ഇഷ്ടം ഉണ്ടാവില്ല ബോഡിയുടെ ഉള്ളിൽ. ഞാനിതിനെ ബിലീവ് ചെയ്യുന്നു. ഇത് കഴിച്ചിട്ട് മരിക്കണമെങ്കിൽ മരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു അവസാന ട്രൈ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ഞാനത് പറഞ്ഞെന്നൊക്കെ ആവും. ഓക്കെ, ധൈര്യമായിട്ട് ഒന്ന് ചെയ്തു നോക്ക്. ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണോ അത് ഇത് കഴിച്ചിട്ട് ജീവിച്ചിരിക്കുന്നതാണോ ഏറ്റവും നല്ലതെന്നുള്ള വിലയിരുത്താൻ നോക്കും. ഓക്കെ, സോ ചിയേഴ്സ്.